ജന്മാദ്യസ്തേതോന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃതീയ സ്കന്ധം 11 ശ്ലോകം വരെയാണ് പറഞ്ഞത്, ആണ് ഓർമ്മ തോന്നുന്നു. അതെ, സന്ദർഭം എന്താണെന്ന് വെച്ചാൽ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം സമയത്ത് ഉണ്ടായതായ ദുർനിമിത്തങ്ങൾ കണ്ടിട്ടാണ് ദേവന്മാർ ബ്രഹ്മാവിനെ പോയി കണ്ടത്. എന്താണെന്ന് ചോദിച്ചു. ആ കഥകളൊക്കെ പറഞ്ഞത്, ശാപകാരണം ഒക്കെ പറഞ്ഞത്. അപ്പം ആ ദുർനിമിത്തങ്ങളെ വർണ്ണിക്കുകയാണ്. നിമിത്തങ്ങൾ കണ്ടു. എന്തൊക്കെ ദുർനിമിത്തങ്ങളാണ് ഉണ്ടായത് എന്നാണെങ്കിൽ, ഭൂമി ചില ഭാഗത്ത് കുലുങ്ങുക, ശ്വാക്കൾ മോയപ്പെട്ട് നോക്കിയിട്ട് ഓരിയിടുക, നക്ഷത്രങ്ങൾ വാൽ നക്ഷത്രം ഉദിച്ചതായിട്ട് കാണുക, പ്രകാശം നക്ഷത്രങ്ങൾക്ക് പൊതുവേ കുറഞ്ഞതായിട്ട് കാണുക, ഇങ്ങനെ ഒരുപാട് കഴുതകൾ മണ്ണ് തെറിപ്പിച്ച് ഉറക്കെ കർണകഠോരായിട്ട് കരയുക, പ്രകാരം ദുർനിമിത്തങ്ങളാണ് കണ്ടത്. ഇനി എന്തൊക്കെയുണ്ടായി എന്നാണെങ്കിൽ പിന്നെയും ദുർനിമിത്തങ്ങളെ വർണ്ണിക്കണു. ഋദന്തോ രാസഭത്രത്താ നീടാതുതപതൻ കകാ കോഷേരണ്യേച പശവശ്ചകൃന്മൂത്രം അകുർവത. പൊതുവേ എന്താ വെച്ചാൽ ഈ വർണ്ണനകൾ ഈ പുരാണത്തിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ഈ പ്രകൃതിയെ വർണ്ണിക്കാൻ തുടങ്ങി നോക്കൂ. പുഷ്പങ്ങൾ, വൃക്ഷങ്ങൾ, പുഷ്പങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പേര്, സുഗന്ധമുള്ളത്, വിശേഷം, ഇങ്ങനെ കുറേ ശ്ലോകമാണ് വർണ്ണിക്കും. ധാരാളം പുഷ്പങ്ങളും വൃക്ഷങ്ങളും ഉള്ള സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? കാര്യത്തിനത് മതി. പക്ഷേ നിങ്ങൾ കൈലാസത്തിനെ വർണ്ണിച്ച് നോക്കൂ, വൈകുണ്ഠത്തിനെ വർണ്ണിച്ച് നോക്കൂ. അത് പുരാണത്തിൻ്റെ ഒരു സമ്പ്രദായമാണ്. പൊതുവേ സാഹിത്യത്തിൽ ഈ വർണ്ണന ആവശ്യമില്ല. ധാരാളം പുഷ്പങ്ങളും വൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. അതല്ല, എന്തൊക്കെ പുഷ്പങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ മരങ്ങളുണ്ടായിരുന്നു എന്നിങ്ങനെ എടുത്തെടുത്ത് വർണ്ണിക്കൽ അപ്പോഴാണ് പ്രതീതി ഉണ്ടാവുള്ളൂ എന്നാണ്. അത് സാഹിത്യത്തിൻ്റെ പൊതുവേ ഒരു ശൈലി, ഒരു സമ്പ്രദായമാണ്. എത്രത്തോളം വർണ്ണിക്കാം അത്രത്തോളം വർണ്ണിക്കാം, അല്ലെ? ഇപ്പോൾ വനവർണ്ണന എന്ന് പറഞ്ഞിട്ട് കഥകളി തന്നെ ഒരുപാട് നേരമുണ്ട്. 1 മണിക്കൂറൊക്കെ വനവർണ്ണന. എന്താ ഈ വനവർണ്ണനയുടെ പ്രത്യേകത വെച്ചാൽ പദം ഉണ്ടാവില്ല. അപ്പം മുദ്ര അറിയുന്നവർക്ക് മാത്രമേ വനവർണ്ണന കണ്ടാൽ മനസ്സിലാവട്ടു. താളവും മേളവും ചെണ്ടയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതെന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പങ്ങളുടെ പേര്, താമര, കാടുകൾ, ഇങ്ങനെയൊക്കെ ഈ മുദ്ര കൊണ്ട് കാണിച്ച് കൊട്ടി ഒരു പദം പോലും ഉണ്ടാവില്ല. അറിയാത്തവർക്ക് മുഷിയും, അറിയണവർക്കോ വളരെ രസകരമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സമ്പ്രദായമാണ് ഈ വർണ്ണന. അതാണ് ഇവിടെ ചീത്ത വർണ്ണനകൾ. രസന്തോ ഋദന്തോ രാസപത്രത്താ നീടാതുതപതൻ കകാ കോഷേരണ്യേച പശവശ്ചകൃന്മൂത്രമകുർവത. രാസപത്രസ്ഥ, കഴുതകളുടെ ശബ്ദം നിമിത്തം ഭയപ്പെട്ട പക്ഷികൾ. ശബ്ദങ്ങൾ കേട്ട പക്ഷികൾക്ക് പേടി. ഏത് ശബ്ദം അധികം കേട്ടാലും, ഈ തീവണ്ടിയൊക്കെയാണ് പോകുന്നുണ്ട്, പക്ഷികളൊക്കെ നിൽക്കുന്നതാണ് പറക്കണതാണ് പേടിച്ചിട്ട്. കക, പക്ഷികൾ, കഴുതകളുടെ വലിയ ശബ്ദം കേട്ട് നീടം കൂട് വിട്ട് പക്ഷികൾ പറന്നു. നീടാത് കൂട്ടിൽ നിന്ന്, ഉദപതൻ പറന്നു, കൂട്ടിൽ നിന്ന് പറന്നു. ആര്? ഖഗ, പക്ഷികൾ. ഖഗ നീടാത് ഉദപതൻ കൂട്ടിൽ നിന്ന് പറന്നുപോയി. ഘോഷേ അരണ്യേച്ച പശവ. ഈ ശബ്ദം കേട്ടിട്ട് പശുക്കളോ വളരെ പേടിച്ചു. വേഗം പേടിക്കുന്ന സാത്വിക ജീവികളാണ് പശുക്കൾ. ശകൃൻ മൂത്രം അകുർവത. പേടിച്ച് പശുക്കൾ മൂത്രമൊഴിച്ചു. ഗോശാലകളിലും കാടുകളിലും 2 ദിക്കിലും നിന്നാണ് ഘോഷം എന്നുള്ള വാക്കിന് പശുക്കളുടെ സ്ഥലം എന്നർത്ഥമുണ്ട്. പശുക്കൾ വളരുന്ന സ്ഥലത്തിനാണ് ഗോഷ്ടം എന്നും പറയും, ഘോഷം എന്നും പറയും.
അപ്പോൾ ഘോഷേ അരണ്യേ, കാട്ടിലും പശുക്കൾ മൂത്രമൊഴിക്കില്ലേ? അങ്ങനെയല്ല, ഇവിടെ ഭയന്നിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. ഭയന്ന് മൂത്രമൊഴിക്കുന്നത് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് ഭയം ഉണ്ടായില്ല വെച്ചാൽ മൂത്രമൊഴിക്കില്ല. അപ്പോൾ ആ മൂത്രമൊഴിക്കൽ പേടിച്ചിട്ടാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. സ്വാഭാവികമായിട്ടുള്ള മൂത്രമൊഴിക്കലിന് വിശേഷമൊന്നുമില്ല. അതാണല്ല പേടിച്ച മൂത്രമൊഴിക്കുക എന്ന്, പേടിമൂത്രം എന്ന് പറയും നാടൻ ശൈലിയിൽ. അപ്പോൾ ഘോഷേ അരണ്യേ ച പശവ, ഘോഷത്തിലും പശുക്കളെ തൊഴുത്തിലും, അരണ്യേ കാട്ടിലും, പശവ ശക്രിൻ മൂത്രമകുർവത, മലമൂത്രങ്ങൾ വർഷിച്ചു. ശക്രിൻ എന്ന് പറഞ്ഞാൽ മലം, മൂത്രം ശക്രിൻ എന്ന് പറഞ്ഞാൽ മലം, മൂത്രം എന്ന് പറഞ്ഞാൽ മൂത്രം തന്നെ. അപ്പം ശക്രിൻ മൂത്രം അകുർവത, രണ്ടും വർഷിച്ചു. ഗാവോ ത്രസന്നസൃഗ്ദോഹ തോയതാ പൂയവർഷിണ വരുതൻ ദേവലിംഗാനി ദ്രുമാപേതുർവിനാനിലം. ഗാവ, ഇനി പശുക്കളുടെ കാര്യം എന്തേണ്ടായി? ആത്രസൻ ഭയപ്പെട്ടു, ആതൃക് ദോഹ രക്തം കറക്കുക. വല്ലാത്തൊരവസ്ഥയാണ്. വളരെ അപകടമുള്ള സമയത്താണ് അത്ര ഈ കറന്ന രക്തം വരിക. സാധാരണ അങ്ങനെ പതിവേ ഇല്ല. വരാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അപൂർവം ചില സമയത്ത് ഈ കറന്നാൽ രക്തം വരാറുണ്ട് എന്നാണ്. അത് വളരെ ദുർനിമിത്താണ്. എന്തോ വലിയൊരു സംഭവം, ചീത്ത സംഭവം ഉണ്ടാകുമ്പോഴാണത്രേ തോയത പൂയവർഷിണ, ആകാശത്ത് നിന്ന് അമേദ്യം വർഷിച്ചു. ഗാവ അത്രസൻ അസൃഗ്ദോഹ, അസൃക് എന്ന് പറഞ്ഞാൽ രക്തം, അസൃക് രക്തം വർഷിക്കുക. ആകാശത്തിൽ നിന്ന് അമേദ്യങ്ങളും വിസർജ്യങ്ങളും ചാടുക. എൻ്റെ ഈ കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇല്ലാത്തതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. പ്രതീതിയായിട്ട് അങ്ങനെയാവാം. ദേവലിംഗാനി, ഈശ്വരൻ്റെ ക്ഷേത്രത്തിലൊക്കെ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള ബിംബങ്ങൾ എന്തുണ്ടായി? വരുതൻ, കണ്ണുനീര് കാണുക, ഈശ്വരൻ കരയണതായിട്ട് കാണുക. ഗുരുവായൂരപ്പൻ കരഞ്ഞ ഒറ്റ സന്ദർഭത്തിലേ ഉള്ളൂ, കേശവൻ മരിച്ചപ്പോൾ എന്നാണ്. ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞപ്പോൾ ഭഗവാന്റെ കണ്ണിന്ന് വെള്ളം വന്നു എന്ന് പറയണു ശാന്തിക്കാർ. ഉണവറയില്ലല്ലോ, ഗുരുവായൂരപ്പൻ്റെ കാര്യമായതുകൊണ്ട് ധൈര്യം വരുമെന്ന് ഉണവറയാൻ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ ദേവലിംഗങ്ങൾ ഇളകുകയും ചെയ്യും. ഇരുന്ന് നിൽക്കുന്ന ദേവലിംഗങ്ങൾ കമ്പനം കൊള്ളുക, ഇളകുക. മാലയൊക്കെ ചാത്തുമ്പോൾ വിഗ്രഹം ഇളകിയിട്ട് കയ്യിൽ പോരുന്നൊക്കെ തോന്നുക. അതും ഇവിടെ ഉണ്ടായി. ദേവലിംഗാനി ലിംഗം എന്ന് പറഞ്ഞ ഒറ്റ അർത്ഥമുള്ളൂ സംസ്കൃതത്തിൽ. അത് വിഗ്രഹങ്ങൾ, ശരീരങ്ങൾ എന്നർത്ഥമേ ഉള്ളൂ. മലയാളക്കാർ ഞാൻ പറയപ്പോൾ തെറ്റിച്ച രണ്ട് കാര്യങ്ങൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ പക്ഷെ മോശമായി ചെയ്തത്. ഒന്ന് ലിംഗത്തിൻ്റെ അർത്ഥം, പിന്നെ ശുക്ലത്തിൻ്റെ അർത്ഥം. ഈ രണ്ടെണ്ണം. എന്താ ശുക്ലം എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ? വെളുത്ത നിറം എന്നർത്ഥമേ ഉള്ളൂ. ലിംഗം എന്ന് പറഞ്ഞാലോ ശരീരം എന്നർത്ഥമേ ഉള്ളൂ. അതിന് വേറെ രണ്ട് വാക്ക് ഭാഷാശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചാൽ കുറച്ചും കൂടി നന്നായിരുന്നു. എന്തിനപ്പോൾ ഈ വാക്ക് തന്നെ വേണം? ഇത് കണ്ടുപിടിച്ച് നമുക്ക് വലിയ തെറ്റിദ്ധാരണയുണ്ട്. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ലിംഗമാണോ? ഒരിക്കലും അല്ല. ശിവൻ്റെ ശരീരത്തിനെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ശിവൻ്റെ ആ ബിംബത്തിനെയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. പോട്ടെ, അത് വലിയൊരു വിഷയം, വേറെ വിഷയം. മലയാള ശാസ്ത്രത്തിൽ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. ശുക്ലം എന്ന് പറഞ്ഞാൽ എന്താ? വെളുപ്പ്. അർത്ഥത്രേ പോകുന്നുള്ളൂ. അതിന് വേറെ അർത്ഥങ്ങൾ കൊടുത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ അർത്ഥത്തിലേക്കാണല്ലോ പോവുക. ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എന്തായാലും ദേവലിംഗാനി, ദേവങ്ങളുടെ ശരീരത്തിൽ വേർപ്പ് തുള്ളികൾ കാണപ്പെട്ടു. വരുതൻ, കണ്ണീരൊലിപ്പിച്ചു. ദ്രുമാ അനിലം വിന, വൃക്ഷങ്ങൾ കീഴ്പ്പെട്ട് പതിച്ചു. നേരത്തെ ഒരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ആവർത്തനവും പുരാണത്തിൻ്റെ സമ്പ്രദായമാണ്. ദ്രുമാ വൃക്ഷങ്ങൾ കാരണം കൂടാതെ കടപുഴങ്ങി വീഴുക. കാറ്റത്ത് വീഴുന്നത് സ്വാഭാവികം. ഉന്മൂലയൻ നഗപതീൻ, 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടത്. ഉന്മൂലയൻ നഗപതീൻ, നഗപതി വൃക്ഷം. 5ാമത്തെ ശ്ലോകത്തിലും 13ാമത്തെ ശ്ലോകത്തിലും ആവർത്തനം. 13ാമത്തെ ദ്രുമാ വൃക്ഷങ്ങൾ പേതുർ വിന അനിലം, കാറ്റില്ലാതെ തന്നെ കടപുഴങ്ങി വീഴ. ഗ്രഹാൻ പുണ്യ തമാനന്യേ ഭഗണാം ചാപി ദീപിത അതിചേരുർ വക്രഗത്യ ഈതുച്ച പരസ്പരം. ആകാശത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നല്ല സമയത്ത് നല്ലതുണ്ടാവും,
ചീത്ത സമയത്ത് ചീത്തയിനും. ഇവിടെ എന്താ ചീത്തയുണ്ടായി? പുണ്യതമാൻ ശുഭകരങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ അതുണ്ട് ഗ്രഹത്തിൽ. ശനി, ചൊവ്വ ഇതൊക്കെ അശുഭ ഗ്രഹങ്ങൾ എന്നാണ് പറയുക. ആ ദശയിലുള്ളവർക്ക് ദോഷമുണ്ടാവും. ശനി ദശ ഒരു ശനി വന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആരും പറയില്ല. ഒന്ന് പോയി കിട്ടിയില്ലോ, കഴിഞ്ഞു കിട്ടി എന്നേ പറയുള്ളൂ. വ്യാഴദശ നല്ല ദശയാണ്, സുഖാധിപനാണ് എന്നാണ് പറയുക. വ്യാഴദശയിൽ കുറേ സുഖമേ ഉണ്ടാവുള്ളൂ, ദുഃഖം കുറയും. ബുധൻ ഒരു ശാന്തനാണ്, സൗമ്യ ഗുണോപേതം. ബുധദശയിൽ ജനിച്ചവർ പൊതുവേ ശാന്തരാവും. അങ്ങനെ ഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുകയാണ്. ശനി കുറച്ച് കുഴപ്പമാണ്. ചൊവ്വ, സൂര്യൻ ഒരു പാപഗ്രഹമായിട്ടാണ് പറയുക. നമ്മൾ സൂര്യനെ വളരെ പുണ്യ രീതിയിലുള്ള ഗ്രഹമായിട്ടൊക്കെ പറയും. സൂര്യനില്ലെങ്കിൽ എന്താ ലോകം എന്നൊക്കെ ശരിയാണ്. പക്ഷേ ജ്യോത്സ്യപ്രകാരം പാപഗ്രഹമായിട്ടാണ് സൂര്യൻ പറയുക, പുണ്യമല്ല. അപ്പം എന്തായാലും ഇവിടെ പറയണത് പുണ്യ തരത്തിലുള്ളതായ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളെയും പാപ നിലയ്ക്കുള്ളതായിട്ടുള്ള ഗ്രഹങ്ങൾ ആക്രമിക്കുക. അവരവിടെ തൊഴിലായിട്ട് നിൽക്കുകയായിരിക്കും പുണ്യഗ്രഹങ്ങൾ. അപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ആകർഷണം വരുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുക എന്നുള്ള ഒരു ഭാവം ജ്യോത്സ്യന്മാർ പറയും. ഇന്നതിൻ്റെ ദൃഷ്ടി മറ്റേ ഗ്രഹത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഫിസിക്കലായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ആക്രമിച്ച് കീഴടന്നുള്ളതെന്നല്ല, അത് ചീത്ത സ്വാധീനം ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൽ സ്ഥാപിക്കുക. എന്തായാലും പ്രകൃതിയിൽ ചില പ്രതിഭാസങ്ങളുണ്ട്, അതുറപ്പാണ്. ഈ 9 ഗ്രഹം അതിലാണല്ലോ മനുഷ്യൻ ജനിക്കുക. ഏതെങ്കിലും ഒരു ഗ്രഹദശയിലാവും ജനിക്കുക. 9 എണ്ണത്തിൽ ഓരോരുത്തരും ഓരോ അന്നത്തെ നിലയ്ക്ക് അനുസരിച്ചിട്ടാണ് ജനനം ഉണ്ടാവുക. ആ നിലയ്ക്ക് അന്ന് ഗ്രഹം എങ്ങനെ നിൽക്കണോ ആ ദശയിൽ, ഇതാണ് ജനന സമയം നന്നാവണം എന്ന് പറയണത്. നമ്മുടെ യോഗങ്ങൾ നന്നാവണം വെച്ചാൽ അതുകൊണ്ടപ്പോൾ അത് ഉപാസിച്ചിട്ടോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടോ ഉണ്ടാവില്ല, ആരും വിചാരിക്കേണ്ട. നമ്മുടെ ജനന സമയത്തെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ ഒന്നുകൊണ്ടും ചിലതൊന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഈശ്വരോപാസന ആവശ്യമുണ്ട്. ആ വന്ന സാഹചര്യങ്ങളൊക്കെ നേരിടാനുള്ള മനഃശക്തിയും സാഹചര്യങ്ങളും ഉണ്ടാവുക. രോഗം വരും, പക്ഷേ നല്ല ഹോസ്പിറ്റലിൽ എത്താൻ കഴിയുക, മരണം സംഭവിക്കാതിരിക്കുക, നല്ല ഡോക്ടറെ കിട്ടുക, വേണ്ട പൈസയൊക്കെ സുഖമായിട്ട് കിട്ടുക, വിഷമം കൂടാതെ ട്രീറ്റ്മെൻറ്റ് നടത്തുക, സൂക്കട് മാറുക. അതാണ് ഈശ്വരാധീനം. സൂക്കട് വരാതിരിക്കലല്ല. സൂക്കട് വരേണ്ടത് വരും. അപകടം വരും. ഈ പറഞ്ഞ പോലെ നല്ല ചികിത്സ കിട്ടും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ചിലപ്പോൾ നമ്മൾ പോന്നിരിച്ചിരുന്ന വാഹനം മറിഞ്ഞാലും നമുക്കൊന്നും പറ്റില്ല, പക്ഷെ മറിയാതിരിക്കില്ല. അല്ലെങ്കിൽ മറിഞ്ഞാലോ നമുക്ക് ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടും. ഇങ്ങനെ വരേണ്ടത് എപ്പോഴും വരും. പക്ഷെ അതിലും തരണം ചെയ്യണം. പണ്ടൊരു ചൊല്ലുണ്ട്, ഈ തോണി മറിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കയറിയിട്ടെങ്കിലും രക്ഷപ്പെടണം. തോണി മറിയാതിരുന്നുള്ള നിലര്. അപ്പം പക്ഷേ ഒക്കെ പോയി എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്? അല്ല, അതിൻ്റെ പുറത്തെങ്കിലും കയറി ജീവനെ രക്ഷിക്കണം. ഉള്ളിൽ സഞ്ചരിക്കണ സുഖം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മരിക്കുകയാണോ വേണ്ടത്? അല്ല. അതാണ് ഈശ്വരാധീനം. വരേണ്ടത് വരും, പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയാനുള്ള കാരണം? അശുഭഗ്രഹങ്ങളായിരിക്കുന്ന ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളെ ആക്രമിച്ച് കീഴടക്കുകയും അതിൽ ചീത്ത സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതും ഇവിടെ കാണാറായി. ദൃഷ്ടാന്യാഞ്ച മഹോത്പാദാന തത്തത്വവിധ പ്രജ ബ്രഹ്മപുത്ര അനൃതേ ഭീത മേനിരേ വിശ്വസംപ്ലവ. അന്യാൻ മഹോത്പാദനം, ഈ പറഞ്ഞത് കൂടാതെയും ദുർനിമിത്തങ്ങളുണ്ടായി. പക്ഷികളുടെ ശരിയല്ലാത്ത കരച്ചിൽ, കാലങ്കോഴിയുടെ കൂക്കൽ, കഴുകന്മാരൊക്കെ വട്ടട്ട് താഴത്ത് പറക്കൽ, അവരൊക്കെ പൊതുവെ ഉയരത്ത് പറക്കണവരായി. കഴുകൻ, ഗരുഡൻ അവരൊക്കെ താഴത്തേക്ക് വരിക. കുറേ ഉണ്ട്, ദുർനിമിത്തങ്ങൾ പലതും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇവിടെ പറയാത്തതും ഉണ്ടായി. അതാ തത്വവിധ, അവയുടെ തത്വം അറിയുന്നവരാണ് ഈ തത്വവിധ. വിധ് എന്ന് പറഞ്ഞാൽ അറിവാണ് സംസ്കൃതത്തിൽ ധാതു. അപ്പം കാര്യങ്ങൾ അറിയുന്നവർ. പ്രജകൾ ഭേദരായി, പേടിച്ചു, എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ധാരാളം പഴങ്ങൾ, പഴുത്തിട്ടുള്ള ഓമക്കായ അല്ലെങ്കിൽ കറുമൂസും കായ പെട്ടെന്ന് പൊട്ടി വീഴുക, അഭൂതപൂർവമായിട്ട് കായ്ക്കുക, നല്ലതല്ല എന്നാണ്. ധാരാളം കായകൾ അളവറ്റിട്ടുണ്ടാവുമോ? സന്തോഷം നമുക്ക് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ഉത്പാദനം ഉണ്ടാവുമെന്നാണ്.
ഒന്നുകിൽ ആ മരം പൊട്ടി വീണ ദുശ്ശകുനാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഭീത, കണ്ട് മനസ്സിലാക്കിയവർ ഭയപ്പെട്ടു. അറിയാണ്ടിരിക്കുക നല്ലത്, എന്തോ നടന്നോട്ടെ എന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ അറിയുന്നവർക്ക് അതാ കാലം കൊഴി കൂക്കിയിട്ടോ. ബ്രഹ്മപുത്ര ഹൃദേ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരൊഴികെ സനകാദികളാണ് ബ്രഹ്മപുത്രർ. സനകൻ, സനന്ദൻ, സനാതന, സനകുമാരൻ. ഹൃദേ ഒഴികെ, ഹൃദയ എന്ന് പറഞ്ഞാൽ മൈനസ്, ന്യൂനം എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മപുത്രന്മാരൊഴികെ ബാക്കി എല്ലാവരും പേടിച്ചു. അവർക്ക് പിന്നെ ഇനി എന്ത് വന്നാലും പേടിയില്ല. ഈശ്വരനെന്താ പേടി? ഈശ്വരാംശം തന്നെയാണ് സനകാദികൾ. അതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും പേടിച്ചില്ല. ഉണ്ടാവും, വരണത് വരും എന്നും വിചാരിച്ചു. അറിവുള്ളവരെപ്പോഴും ഒന്നിലും വല്ലാതെ പരിഭ്രമിക്കില്ല എന്നാണ്. വല്ലാതെയുള്ള പരിഭ്രമം അജ്ഞരുടെ സ്വഭാവമാണ്. വരണത് വരും, പരിഭ്രമിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? വിശ്വസംപ്ലവം, ലോകനാശത്തെ എല്ലാവരും മുന്നിൽ കണ്ടു. ബ്രഹ്മപുത്രന്മാർ മാത്രം പരിഭ്രമിച്ചില്ല. എന്താ കാരണം? ഭഗവാൻ എന്തെങ്കിലും ഒരു മാർഗം കാണുന്നു. ഇത് വന്നാലും ഭഗവാനില്ലേ, എന്തിനാ പേടിക്കണം? ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് വലിയൊരു സംഭവമാണ്. വിശ്വാസിക്ക് എപ്പോഴും പേടിയുണ്ടാവില്ല. ഏതെങ്കിലും തരത്തിൽ അവൻ്റെ കാര്യം ഭഗവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യും. ആ വിശ്വാസമാണ്. അപ്പോൾ സനകാദികൾക്ക് പേടിയുണ്ടായില്ല, ബാക്കിയുള്ളവരെല്ലാം ഭയപ്പെട്ടു. താവാദിദൈത്യോ സഹസാ വ്യജമാനാത്മപൗരുഷോ ബവൃധാതേ അശ്മസാരേണ കായേന ത്രിപദി ഇവ. ആദിദൈത്യന്മാർ എന്ന് പറയുക ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു ഏകദേശമൊക്കെ കുറേ ആദ്യം ഉണ്ടായതുകൊണ്ടാണ് ആദിദൈത്യവും. ആദിദൈത്യന്മാരായ അവർ, തൗ എന്ന് പറഞ്ഞാൽ രണ്ടാണ്, രണ്ടെന്ന് വേറെ പറയണ്ട. ആദിദൈത്യവും ആദിദൈത്യ എന്ന് പറഞ്ഞാൽ അസുരൻ, ആദിദൈത്യ സുരർന്നേ ആവുള്ളൂ. രണ്ട് എന്ന് പറഞ്ഞാണ് ദൈത്യവും. സഹസ വ്യജമാന ആത്മപൗരുഷവും, പെട്ടെന്ന് വ്യജ്യമാന എന്നാണ് കേട്ടോ, വ്യജ്യമാന ആത്മപൗരുഷവും, അവരുടെ പരാക്രമം പ്രകടിപ്പിച്ചുകൊണ്ട്, കണ്ടിന്യൂസ് ടെൻസ് പാർട്ടിസിപ്പിൾ, പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ അവതരിച്ചു. ഇതാ ദുർനിമിത്തങ്ങളുടെ ബലം കണ്ടിരിക്കുന്നു. എന്തേണ്ടായതാ? ഇതിനു വേണ്ടിയിട്ടാണ് ദുർനിമിത്തങ്ങളെല്ലാം ഉണ്ടായത്. ആദിദൈത്യന്മാരായിരിക്കുന്ന ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും തങ്ങളുടെ പ്രഭാവം കാണിച്ചുകൊണ്ട് വ്യജ്യമാന ആത്മപൗരുഷവും, നല്ല പൗരുഷമല്ല കേട്ടോ, ദുഷ്പൗരുഷം, എന്തും നശിപ്പിക്കാനുള്ള ദുഷ്പ്രവണതകളോട് കൂടിയിട്ട് അവതരിച്ചു. ഏതുപോലെ? അശ്മസാരേണ, കല്ല് പോലത്തെ, കരിങ്കല്ല് പോലത്തെ ഹൃദയവും ശരീരവും. ശരീരമാണ് പഠിക്കണം. അശ്മസാരേണ, കരുത്തന്മാർ, ഉരുക്ക് മനുഷ്യൻ, ഉരുക്ക് പോലെയുള്ള അസുരന്മാർ. കായേന, ശരീരത്തോടുകൂടി. അദ്രിപതി ഇവ, രണ്ട് മഹാപർവ്വതങ്ങളെ പോലെ. ബവൃധാതേ, ജനിച്ചു വർദ്ധിച്ചു എന്ന് വരെ പറയണ്ട, വർദ്ധിക്കണമെങ്കിൽ ജനിക്കണമല്ലോ. ജനിച്ച് വർദ്ധിച്ചു, അവരാദ്യം ജനിച്ചു, പിന്നീട് വർദ്ധിച്ചു, വലുതായി എന്നർത്ഥം. ബവൃധ, ഇതുപോലെ അശ്മസാരേണ, കല്ലിന് സമാനം, ഉരുക്കസുരന്മാർ. അദ്രിപതി ഇവ, അദ്രിപതി പർവ്വതം, രണ്ട് പർവ്വത സത്വങ്ങളെ പോലെ. ദാ ദുർനിമിത്തങ്ങളുടെ ഫലം അവിടെ കണ്ടു. എന്തുണ്ടായി? അവർ ജനിച്ചു, മഹാഉപദ്രവകാരികളായിട്ടുള്ളവർ ജനിച്ചു. ഇനി അവരെ വർണ്ണിക്കുക, കുറച്ചതും വർണ്ണനയാണ്. ദിവ്യസ്പൃശോ ഹേമ കിരീടകോടിവർ നിരുദ്ധ കാഷ്ടൗ സ്ഫുരദംഗദാ ഭുജൗ ഗാം കമ്പയന്തോ ചരണേ പദേ പദേ കട്യാസു കാഞ്ച അർക്കമദീത്യ തത്തതു. ഇത്ര വേഗ ആഭരണങ്ങൾ കിട്ടിയോ അവർക്ക്? അവർ ഹേമത്തിൻ്റെ സ്വർണത്തിൻ്റെ കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അതണിയണമെങ്കിൽ വേറൊരു സംഗതി ഉണ്ടാവണം, വലുതാവണം. ചെറിയ കുട്ടികളുടെ കിരീടം ധരിക്കുമോ? അപ്പോൾ അവർ വളരെ വേഗം വളർന്നു. പ്രയോഗം ആയിട്ട് യോജിക്കണതല്ല, കഥയാണ്. പുരാണങ്ങളത്തെ അതിശയോക്തിയിൽ പെട്ട് വളരെ വേഗം അവർ വളർന്നു. ജനിക്കണതിൻ്റെ മുമ്പ് എണീക്കണു, നടക്കണു, വളരണു, യുവത്വത്തിലേക്ക് കടക്കണു. അസാധാരണങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒക്കെ അസാധാരണ തന്നെയില്ലേ? സ്വർണത്തിൻ്റെ കിരീടം ധരിച്ചു. ഹേമ കിരീടകോടിഭേ, അതിൻ്റെ ശോഭയാൽ ആകാശത്തെ
മുട്ടത്തക്ക വിധം വലുപ്പമുണ്ട്. എത്രയാ ഉയരം എന്ന് ചോദിച്ചാൽ 6 അടി 60 അടി 600 അടിയൊന്നുമല്ല. അപ്പം എന്തായിരിക്കും അവരുടെ ഉയരം? വിചാരിക്കാൻ പറ്റാത്ത ഉയരമാണ്. ദിവിസ്പൃശവും ആകാശത്തെ സ്പർശിക്കുന്ന ഉയരമുള്ളവരും മറ്റു വലിപ്പങ്ങളും ഉണ്ട്. നിരുദ്ധകാഷ്ടവും ദിക്കുകളെ നിരോധിക്കുക. ഓരോ സ്ഥലത്തേക്കും ചെന്ന ദിക്കുകൾക്ക് ശ്വാസം മുട്ടും ഇവരിങ്ങോട്ട് വന്നാൽ. കാരണം അവിടെ കൊള്ളില്ല. കട്ടിലയുടെ ഇടയിൽ കൂടെ കിടക്കാൻ പറ്റാത്ത പോലെ ഇവർ ഏത് കൂടെ കിടക്കാൻ പറ്റാതിരുന്നത് ദിക്കുകളിൽ കൂടെ നടക്കാൻ ഇവർക്ക് സ്ഥലം പോരാ. ലോകം മുഴുവൻ കിട്ടിയാലും സ്ഥലം പോരാ. അതാണ് ദിക്കുകളെ നിരോധിക്കുന്നവരും. സ്ഫുരതംഗതാഭുജവും ബലവും ശോഭയുള്ള കൈകളോടുകൂടിയവരും. അതിഗംഭീരാണ്. ആ കൈകളുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. പതേ പതേ ഓരോ പദം തോറും ചരണൈ കാലടികൾ കൊണ്ട്. ഓരോ കാലടി വയ്ക്കുമ്പോഴും ഗാം കമ്പയന്തോ ഭൂമി ഇങ്ങനെ കുലുങ്ങാണ്. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി ഇതാ കുലുങ്ങണോ. ഭൂമി കുലുക്കുണ്ടാവുമോ തോന്നുന്നു. ആ മാതിരി നടത്തം. ശാന്തപ്രകൃതക്കാർ നടക്കുന്നതും ബ്രാഹ്മണർ നടക്കുന്നതും അല്ലാത്തവർ നടക്കുന്നതും കഥകളിയിൽ വ്യത്യാസപ്പെട്ട് കാണിക്കും. ഈ സ്ത്രീകളും ബ്രാഹ്മണരും കാലിൻ്റെ കുതി പോലും നിലത്ത് തുടരുത് എന്നാണ്. അത് തോന്നുന്നു കേട്ടോ. കേട്ടിട്ടുണ്ട്, എനിക്കറിയാൻ കഥകളി പഠിച്ചിട്ടൊന്നുമില്ല. അത് നടക്കാൻ പ്രത്യേകിച്ച് ശീലിക്കണം. കുതി കുത്തരുത് എന്നൊക്കെ പറയണത് കേൾക്കാം. സത്യമാണോ എന്ന് അവർക്കറിയില്ല. അല്ലെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, കേട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് അവരുടെ നടത്തം എപ്പോഴും സൗമ്യമാവണം. ഭീമനൊന്നും അങ്ങനെയല്ല. സ്റ്റേജും കൂടിയും കുല്ലുങ്ങില്ലേ ഭീമൻ്റെ വേഷം വരുമ്പോഴേ. നന്നായിട്ട് കെട്ടിയില്ല വെച്ചാൽ പടപടതി എന്നാവും സ്റ്റേജ്. അവിടെ കഥകളുടെ സ്റ്റേജ് കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അവർ അളവും വലിപ്പവും അതിൻ്റെ ബലത്തെക്കുറിച്ച് അടക്കം കൊടുക്കുന്ന കേട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിഗംഭീരന്മാർ നടക്കുമ്പോൾ ഭൂമി കുല്ലുങ്ങും. അത് ഇവിടെ ഉണ്ടായി. ഗാം കമ്പയന്തൗ ഭൂമിയെ വിറപ്പിക്കുന്നവരും. സുകാഞ്ചിയ അരക്കെട്ട് സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയോട് കൂടിയിട്ടും. അർക്കം അതീത്യ സൂര്യനെ അതിക്രമിച്ചിട്ട് സ്ഥിതി ചെയ്തു. സൂര്യനെ പോലും ഇവർ അതിക്രമിച്ചു. സൂര്യനേക്കാൾ അടുത്തെത്തിയതിന് വലിപ്പമുണ്ടെന്നർത്ഥം. ദിവിസ്പൃശൗ ഹേമ കിരീട കോടിബി ആകാശം മുട്ടത്തൊക്കെ വിധത്തിൽ സ്വർണ്ണ കിരീടം ധരിച്ചിട്ടും. നിരുദ്ധ കാഷ്ടോത്പുരതംഗജാമുജോ ശക്തമായിട്ടുള്ള കൈകൾ. നിരുദ്ധ കാഷ്ടവും പുരതംഗതാഉഭോ അതിഗംഭീരമായിട്ടുള്ള കൈകളെ കൊണ്ട്, ബലമുള്ള കൈകളെ കൊണ്ട് ആകാശത്തെ സ്പർശിക്കുന്നവരും. പതേ പതേ ഓരോ കാലടി വയ്ക്കുമ്പോഴും ഭൂമിയെ വിറപ്പിച്ചു. കമ്പയന്തൗ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള അരപ്പട്ട ശോഭിക്കുന്നതായിട്ടുള്ള അരക്കെട്ടുകളോടുകൂടി ശോഭിച്ചു. പ്രജാപതി നാമ തയോരകാശീയ ആകർഷീത്ത് പ്ലസ് ഇയാ കൂടുമ്പോൾ അദ്യ അവിടെ ഇല്ല. ശരിക്കും ഇയ ആണ്. ഷീദ് ഡാഷ് ഉണ്ട് അവിടെ, കണ്ടോ. ആകർഷീത് പ്ലസ് ഇയ ആകർഷീദ്യ. ആകർഷീയ പ്രാക് സ്വദേഹാപ്യമയോരജായത തമ്പേ ഹിരണ്യകശിപം വിദു പ്രജായം തം ഹിരണ്യാക്ഷമസൂത സംഗ്രത. ഇവരുടെ പേര് പറയണം. നാമകരണമൊക്കെ ഉണ്ടായോ നിശ്ചയില്ല. പ്രജാപതി കശ്യപൻ അച്ഛനാണല്ലോ. തയോ അവർക്ക് നാമം അകാശി പേരിട്ടു. യമയോ യമന്മാരിൽ ഒരുത്തൻ. രണ്ടാൾക്കാരാണല്ലോ. യമൻ രണ്ടാമതാണ്. അതിലൊരാൾക്കാർക്ക് സ്വദേഹാത് തൻ്റെ ശരീരത്തിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. തം വൈ അവനെ തന്നെ പ്രജാ ജനങ്ങൾ ഹിരണ്യകശിപു ജനിച്ചു. ജ്യേഷ്ഠൻ ഹിരണ്യകശിപു ആദ്യൻ ഹിരണ്യകശിപുവും. യം അസൂത പിന്നീട് പ്രസവിച്ചവനെ ഹിരണ്യാക്ഷൻ എന്നും അറിയപ്പെട്ടു. എം വൈ ഹിരണ്യകശിപു വിദു പ്രജ ആദ്യനെ ഹിരണ്യകശിപു എന്ന് ജനങ്ങൾ പ്രജ അറിഞ്ഞു. എന്തം ഹിരണ്യാക്ഷമസൂത സകൃത അനുജനാവട്ടെ ഹിരണ്യാക്ഷൻ എന്നും അറിയപ്പെട്ടു. ചക്രേ ഹിരണ്യകശിപുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേസബാലാൻ ലോകാൻ ത്രീൻ അഗുതോ മൃത്യുരുദ്ധത. ഹിരണ്യകശിപുവിൻ്റെ കഥ പറയാൻ പോകുന്നേ ഉള്ളൂ. സപ്തമസ്കന്ധത്തിലാണ്. ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു. സ്വദോർഭ്യാം
തൻ്റെ കരബലത്താൽ ദൗർഭ്യം കൈകൾ ഉദ്ധത ആർക്കും കീഴടങ്ങാത്തവനും, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കില്ല. പിന്നെയോ ബ്രഹ്മവരേണ ബ്രഹ്മാവ് കൊടുത്ത വരത്താൽ എവിടെയും താൻ മരിക്കില്ല. ഭൂമിയില്ല, ആകാശത്തില്ല, ഭഗവാന്റെ സൃഷ്ടികളാൽ മരണമില്ല, ജീവനുള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ മരണമില്ല, ആയുധങ്ങളെ കൊണ്ട് മരണമില്ല, രാവോ പകലോ മരണമില്ല. ചിഹ്നഞ്ഞി എന്താ പേടിക്കാനുള്ളത്? ഇതൊക്കെ അല്ലാണ്ട് മരിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും വെച്ചിട്ടല്ലേ പറ്റൂ. ആകാശത്തും ഭൂമിയിലും അല്ലാണ്ടൊരു സ്ഥലമുണ്ടോ? ഭഗവാൻ ഉണ്ടാക്കിയത് വേറെ കാര്യം. അപ്പം തനിക്ക് മരണമില്ല എന്ന് വിചാരിച്ച് അഹങ്കരിച്ചു. ബ്രഹ്മവരേണ അകുതോ മൃത്യു, മൃത്യുവില്ലാത്തവൻ വിട്ടി. ആരെങ്കിലും ഉണ്ടോ മൃത്യുവില്ലാത്തവർ? ഏതൊരാൾ വിചാരിക്കുന്നു അവനെ പോലെ ഭോഷൻ ഈ ലോകത്തിൽ ആരുമില്ല, ഞാൻ മരിക്കില്ല എന്നുവെച്ചാൽ ആരും മരിക്കില്ല വെച്ചിട്ടല്ല കേട്ടോ. അവരുടെ ഒരു ഭാവം കണ്ടാൽ മരണമില്ല എന്ന് തോന്നും. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോണ്ടാത്ത ഒരു ജീവിയും ലോകത്തിലില്ല. ഉറപ്പല്ലേ അത്? ഇപ്പം എന്താ കൊണ്ട് അതിനനുസരിച്ചിട്ടൊക്കെ മതി. ഇവിടെ ഉള്ള സംഗതികളോടുള്ള ബന്ധം, സംഘം, നിർബന്ധം, മത്സരബുദ്ധി, ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവിടെയാണ്. അല്ലാണ്ടപ്പം മരണം ഉണ്ടെന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് അറിയുന്നുണ്ടെങ്കിലും ജീവിക്കണത് കണ്ടാൽ അതില്ലാത്ത പോലെയാണ്. നമ്മളൊരു ബസ്സിൽ കയറിയാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സീറ്റിന് തമ്മിൽ തല്ലണം? അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുകയാണെന്ന് ഓർക്കണം. അവൾ പറഞ്ഞത് എന്താണെന്ന് 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലേ വീണ്ടും എന്തോ കാട്ടട്ടെ, തനിക്ക് കിട്ടേണ്ട സീറ്റാണ്. വേറെ ആൾ അപഹരിച്ചു, ഓട്ടെ അവനിരിക്കട്ടെ, അവൻ ആദ്യം തന്നെ അവിടെ ഇരിക്കാച്ചാൽ നമുക്ക് കിട്ടുമോ? അങ്ങനെ വിചാരിച്ചാൽ മതി. അവൻ ആദ്യം തന്നെ അവിടെ ഇരിക്കുകയാണ്, നമ്മൾ കയറുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെയാണ് ജീവിതവും. നമ്മളൊക്കെ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തി ഇറങ്ങണം വേണ്ടേ? അതുവരെ ഉള്ള ഒരു വാഹനമാണ് ഈ ശരീരം. എപ്പോൾ ഭഗവാൻ ബെല്ലടിച്ച് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഇതിൽ നിൽക്കാൻ പറ്റില്ല. താൻ ഉണ്ടാക്കിയ സാധനങ്ങൾ, വീട്, അവരിഷ്ടപ്പെട്ട ആളുകൾ ഒക്കെ പടി ഇട്ടിട്ടാണ് പോവുകയാണ്. ആലോചിച്ച് നോക്കൂ. കണ്ണടയാവട്ടെ, തൻ്റെ വസ്ത്രമാവട്ടെ, ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലും കൊണ്ടുപോകാൻ ഒത്തിടാ ഒരുത്തർക്ക്. ഇതൊന്ന് ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് പറയണത്. ഇത് ബോധം ഉണ്ടാവാനല്ല, അത് ബോധത്തോട് കൂടിയിട്ട് ജീവിക്കുക. ബോധപ്പം എല്ലാവർക്കും ഉണ്ടാവും, അതോട് കൂടിയിട്ടല്ല ജീവിക്കണത്. മത്സരബുദ്ധി, സ്വാർത്ഥം, പരോപദ്രവം, ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? കാരണം ഇനിയും ജനിക്കണം, അതുറപ്പാണ്. ആ സമയത്തുള്ള ദുരിതങ്ങൾ എന്തിനാ കൂട്ടണം? ഇവിടെ ജീവിക്കുമ്പോൾ അടുത്ത ഭാവിയെങ്കിലും നന്നാക്കാനുള്ള പ്രവൃത്തിയല്ലേ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ആ മൃത്യു ഉണ്ട് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞത്. മൃത്യു ഉണ്ട് എന്നിങ്ങനെ ഓർത്തിട്ട് കാര്യമില്ല. അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുക. അത് ആർക്കുണ്ടായില്ല? പറഞ്ഞ ഹിരണ്യകശിപുവിനുണ്ടായില്ല. അകുതോ മൃത്യുരുദ്ധത, തനിക്ക് മരണമില്ല. മരണം ഉണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ നമ്മൾ കാട്ടിക്കൂട്ടണ തെറ്റായ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അപ്പം മരണം കൂടി ഇല്ല എന്ന് വിചാരിച്ചാലോ? അതൊരൊറ്റാളിൽ ഹിരണ്യകശിപു അതെനിക്ക് മരണേ ഇല്ല എന്ന് വിചാരിച്ചു. എന്നിട്ടോ ഹിരണ്യാക്ഷോ അനുജത്തസ്യ പ്രിയ പ്രീതികൃതന്വഹാം ഗതാ പാണി ദിവം ഞാതോ യുസുർ മൃഗയണ്ടണം. ഹിരണ്യകശിപു എന്നില്ലെങ്കിൽ കുറച്ച് തപസ് ചെയ്തു എന്നെങ്കിലും ഉണ്ട്. ഏത് ഉദ്ദേശമായിക്കോട്ടെ, 2 നാമം ചോദിച്ചിട്ടുണ്ടാവുമല്ലോ തപസ്സിൽ. ഈ ഹിരണ്യാക്ഷനൊന്ന് അതും ചെയ്തില്ല. പ്രീതികൃത്, തൻ്റെ ഇഷ്ടം നോക്കി നടക്കുന്നവൻ, പ്രിയമുള്ളവൻ, അന്വഹം എപ്പോഴും, ഗതാപാണി, കയ്യിലൊരു ഗതയുണ്ട്, കൂറ്റൻ ഗത, തട്ടി തെറിപ്പിക്കാൻ, തനിക്കിഷ്ടമില്ലാത്തവരെയൊക്കെ തട്ടി വധിച്ച് അതുകൊണ്ട് അടിച്ച് കൊല്ലാൻ ഗതാപാണി. പണ്ടൊക്കെ ഇങ്ങനെയുള്ള ആയുധങ്ങളാണ്. ഗത കയ്യിൽ ധരിച്ച് യുദ്ധം ചെയ്യണം. ഈ വല്ലാത്ത ശരീരത്തിൽ ശക്തി വർദ്ധിച്ചാൽ ആരുടെയെങ്കിലും നേരെ അത് പ്രയോഗിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അത്ര ശക്തിയില്ലാത്തതുകൊണ്ടാണോ അറിയില്ല. ഇതുവരെ മറ്റൊരാളെ ഒന്ന് കൊടുക്കണമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. കൊടുത്തിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. അത് രണ്ടുമാണ് ജീവിതത്തിലില്ലാത്തത്. അച്ഛൻ്റെ നിന്ന് കുട്ടിക്കാലത്ത് ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നല്ലാണ്ട് അതും വല്ലാതെയും തല്ലിൻ്റെ ഇരുന്നില്ല. അപ്പം അങ്ങോട്ട് കൊടുക്കലും ഇല്ല, അങ്ങോട്ട് കൊടുക്കലും ഇല്ല. അത് ശക്തി കുറഞ്ഞവരും ധർമ്മബുദ്ധി ഉള്ളവരും അങ്ങനെ ചെയ്യുക. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ പോകണം? അപ്പം ഇവരങ്ങനെയില്ല, ഗത കയ്യിലുള്ളതുകൊണ്ട് ഈ ശക്തി ഒന്ന് കാണിക്കണ്ടേ. അപ്പം തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ അന്വേഷിച്ച് പോയി. പല ദിക്കിലും നോക്കിയിട്ടൊന്നും കിട്ടാണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോയി. യുയുത്സുർ മൃഗയൻ രണം ഗതാപാണിർ ദിവം യാതോ.
മൃഗയൻ രണം മൃഗയൻ ദിവം യാതോ, യുദ്ധം ആഗ്രഹിച്ച്. യഥയെന്ന് പ്രയോഗിക്കാൻ ആരുടെ തലക്കിട്ടിട്ടാണ് കൊടുക്കുക? അതിന് ഒരാളെ കിട്ടണം എന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെ അയക്കളെ, ശക്തനാണല്ലോ എന്നും പറഞ്ഞ് ദിവം സ്വർഗലോകത്തേക്ക് പോയി. അവിടെയും എത്തി. ഇന്ദ്രനെ വെറുതെ വിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകളും മത്സരബുദ്ധികളും തുടർന്ന് പറയുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.